നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ സമർപ്പണമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ശുദ്ധീകരണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മറിയവും യൗസേപ്പും ശിശുവായ യേശുവിനെ യഹൂദ പാരമ്പര്യമനുസരിച്ച് ദേവാലയത്തിൽ സമർപ്പിക്കാനായി കൊണ്ടുവരുന്നു. അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ ഈ തിരുനാൾ മായൽത്തോ അഥവാ നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം എന്നാണ് അറിയപ്പെടുന്നത്. ദൈവമായ കർത്താവ് ശിശുവായി തൻ്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുന്നു. 10,000-കണക്കിന് ആളുകൾ ദിവസേന സന്ദർശിച്ച് ബലിയർപ്പിക്കുന്ന, ആയിരക്കണക്കിന് ശിശുക്കൾ കർത്താവിൻ്റെ പരിശുദ്ധനായി സമർപ്പിക്കപ്പെടുന്ന ഈ ദേവാലയത്തിൽ തികച്ചും സാധാരണക്കാരായ മാതാപിതാക്കളാൽ വഹിക്കപ്പെട്ട് സമർപ്പണം നടത്തപ്പെടാനുള്ള നിരയിൽ തൻ്റെ ഊഴത്തിനായി കാത്തു നിൽക്കുന്നവൻ യഥാർത്ഥത്തിൽ ദൈവമാണ്. പ്രത്യേകിച്ച് വലിയ പുറമോടികളോ ആഘോഷങ്ങളോ ആരവങ്ങളോ ഇല്ലാതെ സാധാരണക്കാരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാതെ കടന്നുവരുന്ന ദൈവപുത്രൻ. എന്നാൽ ഈ കടന്നുവരവിനെ മുൻകൂട്ടിൽ കണ്ട് സങ്കീർത്തകൻ പാടി, കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. മറിയത്തിൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിനാൽ പ്രവേശിച്ചുകൊണ്ട് പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവം വസിക്കാനിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാകുന്ന തൻ്റെ ആലയത്തെ പവിത്രമാക്കിയ അതേ കർത്താവ് തന്നെയാണ് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണത്തിനായി തന്നെ സമർപ്പിക്കാൻ മാതാപിതാക്കളുടെ കരങ്ങളാൽ വഹിക്കപ്പെട്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. യേശുവിന് ജെറുസലേം ദേവാലയം അന്യമായിരുന്നില്ല. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ പഠിപ്പിക്കുന്നതും തൻ്റെ പരസ്യജീവിതകാലത്ത് പലതവണ ദേവാലയത്തിലും പരിസരങ്ങളിലും പഠിപ്പിക്കുന്നതും, തിരുനാളുകളിൽ സംബന്ധിക്കുവാൻ ജെറുസലേമിലേക്ക് വരുന്നതും, ദേവാലയ ശുദ്ധീകരണം നടത്തുന്നതും, ദേവാലയത്തിൻ്റെ നാശത്തെ പ്രവചിക്കുന്നതുമായ സംഭവങ്ങൾ ഉൾപ്പെടെ യേശുവിൻ്റെ ജീവിതത്തിൽ ദേവാലയത്തോടുള്ള യേശുവിൻ്റെ മനോഭാവം സുവിശേഷങ്ങളിൽ വ്യക്തമാണ്. സ്വശരീരമാകുന്ന ദേവാലയത്തെ ബലിവേദിയാക്കാൻ ഒരുങ്ങുമ്പോഴും തൻ്റെ ജീവിതകാലത്ത് യേശു ജെറുസലേം ദേവാലയത്തെ മാറ്റി നിർത്തിയിരുന്നില്ല. യേശു ഈ ദേവാലയത്തെ വിളിക്കുന്നത് പോലും തൻ്റെ പിതാവിൻ്റെ ആലയം എന്നാണ്. പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 16-17 വാക്യങ്ങളിലും 6-ാം അധ്യായം 18-ാം വാക്യത്തിലും മനുഷ്യ ശരീരത്തെ ദേവാലയമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈ വചനങ്ങളെ മാത്രം പിൻചെന്ന് ശരീരം മാത്രമാണ് ദേവാലയമെന്നും ഇനിയൊരു മനുഷ്യനിർമ്മിതമായ ആലയത്തിൻ്റെ ആവശ്യമില്ലെന്നും പറയുന്നവർ യേശു തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ഘട്ടങ്ങളിലെല്ലാം ദേവാലയം സന്ദർശിച്ചിരുന്നു എന്നുള്ളതും, യേശുവിൻ്റെ ഉത്ഥാനവും പെന്തക്കുസ്തായും കഴിഞ്ഞ ശേഷവും ശിഷ്യന്മാർ ദേവാലയത്തിൽ പോയിരുന്നതായി അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പറയപ്പെടുന്നതും കാണാതെ പോകരുത്. ഹൃദയങ്ങൾ തന്നെയാണ് ഇനി യഥാർത്ഥത്തിലുള്ള ബലിവേദി. സ്തുതികളാണ് പരിമളധൂപം എന്നിരുന്നാൽ പോലും ഈ ഹൃദയ ബലിപീഠത്തിലേക്ക് ഉദിതൻ ഇറങ്ങി വരുന്നത് പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന ദേവാലയത്തിലെ പാവനമായ അൾത്താരയിൽ നിന്ന് തന്നെയാണ്. ഞാനാകുന്ന ദേവാലയവും എൻ്റെ ഇടവക ദേവാലയവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവിത ബലി പൂർത്തിയാക്കാൻ ബലിയർപ്പകനും ബലിപീഠവും ബലിവസ്തുവുമായവനെ എനിക്ക് ആവശ്യമുണ്ട്. യേശുവാണ് ബലിയർപ്പകനും ബലിപീഠവും ബലിവസ്തുവും. ഈ യേശുവിനെ ഞാൻ കണ്ടുമുട്ടുന്ന, ശ്രവിക്കുന്ന, സ്പർശിക്കുന്ന, സ്വന്തമാക്കുന്ന ഇടമാണ് ഓരോ ദേവാലയവും. ഇന്ന് ഈ ദേവാലയ സമർപ്പണ തിരുനാളിൽ യേശുവിനെ കാണുവാനും അനുഭവിക്കുവാനും നമുക്ക് ദേവാലയങ്ങളിലേക്ക് പോകാം. ദൈവസ്നേഹം നമ്മിൽ സമൃദ്ധമാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.